ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ഹോളിഡേ ആണ്. ഇപ്പോൾ ഒഴിവുള്ള ദിവസമായതുകൊണ്ട് ശ്രീലക്ഷ്മീൻ്റെ മുടിയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം താളി തേക്കും, ആഴ്ചയിൽ ഒരു ദിവസം കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, മുടി കാണിച്ചു കൊടുക്കുക. കുറച്ചും കൂടി നീങ്ങിയിരിക്കും, ഇങ്ങോട്ട് കുറച്ചും കൂടി കേട്ടോ. ശ്രീലക്ഷ്മീൻ്റെ മുടി ഇതാട്ടോ. എല്ലാവരും മുടീനെ കുറിച്ച് ചോദിച്ചു. ഒന്ന് പറഞ്ഞിരിക്കേ അപ്പോൾ ഇതുണ്ട്, നല്ല ഉള്ളുണ്ട്. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ മുടി നല്ല രീതിക്ക് പോണത്. അപ്പോൾ അത് കൂടിയൊക്കെ കഴിഞ്ഞ് മുടി ഉണങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ അമ്മയൊക്കെ ചോറിനിട്ട് അവിടെ കിടക്കുകയാണ്. പിന്നെ ഞങ്ങളെ മുതലാളീൻ്റെ വീട്ടിൽ നിന്ന് തന്നാണ് കേട്ടോ. കടയത്തെ മുതലാളീൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് ഫ്രിഡ്ജ്. അവർ പുതിയത് ഓണത്തിന് ഓഫറിൽ വാങ്ങിയപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ്, നല്ല ഫ്രിഡ്ജാണ് കേട്ടോ, അവർ കേടുമില്ല. അപ്പോൾ തന്നതാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് വലിയ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. അലമാര കാണിക്കാം കണ്ടോ. അലമാര വലിയ അലമാരയാണ്, 3 ഡോറാണ്. അത് കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് തന്നതാണ്. ഞങ്ങൾക്ക് ഡ്രസ്സ് വെക്കാനൊന്നും അലമാരയും കാര്യങ്ങളും ഇല്ല. അലമാര ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു മരത്തിൻ്റെ എല്ലാം ഉണ്ടാക്കി വെച്ചു. അതിന് ഡോറും ഗ്ലാസ്സൊന്നും വെക്കണതിൻ്റെ മുന്നേ അച്ഛന് നമ്മളെ വിട്ട് പോയി. ഇനി ആരോടും പറയാനില്ല അലമാര. നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് കാശും കൊണ്ട് വാങ്ങാമെന്ന് വെച്ചാൽ എനിക്ക് 4 ആളെ കാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും തരുന്നതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഡ്രസ്സ് കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഡ്രസ്സുകളാണ്. ഒക്കെ ഞങ്ങൾക്ക് ഓരോരുത്തരും തരുന്നതാണ് കേട്ടോ. ഡ്രസ്സ് പഴയതല്ല, നല്ല നല്ല ഡ്രസ്സുകൾ തന്നെയാണ് തരുന്നത്. ഇതൊക്കെ ഓരോരുത്തരും തരുന്നതാണ്. പിന്നെ ഇതുണ്ടോ, ഒക്കെ ഡ്രസ്സുകളാണ്. ശ്രീലക്ഷ്മിക്ക് ഓണത്തിനെടുത്ത ധാവണി സെറ്റാണിതിൽ. പിന്നെ ഇതുണ്ടോ, ഷാളുകളാണ് ഇതൊക്കെ. പിന്നെ ഒക്കെ ഓരോരുത്തരും ഞങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ കാണിക്കുക. ഈ ശ്രീലക്ഷ്മീൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ അതൊക്കെ. ഉണ്ടോ, പിന്നെ ഒക്കെ ശ്രീലക്ഷ്മീൻ്റെ ഡ്രസ്സാണ്. ഇത് കല്യാണ സാരിയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും തന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ച് പോണത്. നമ്മൾ ഓരോ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ ജനങ്ങളെ വിചാരം ഞങ്ങൾ നല്ല കാശുള്ള ആൾക്കാരാണെന്നുള്ളൊരു തോന്നലാണ്. ഓരോ ആൾക്കാർ ഞങ്ങൾക്ക് തരുന്നതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെ ജീവിതം കഴിഞ്ഞത്. കണ്ടോ, ശ്രീലക്ഷ്മി ഇരുന്ന് മടുത്തണു. കുറേ ദിവസമായിട്ട് സ്കൂളില്ല. 2 ദിവസം വിരുന്ന് പോയി. പിന്നെ സ്കൂൾ മാനേജർ മരിച്ചിട്ട് അങ്ങനെ സ്കൂളില്ലായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ ക്ലീനിങ് കാരണം ഇത് ശാസ്ത്രോത്സവം കഴിഞ്ഞാലേ, അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് അങ്ങനെ സ്കൂളിൽ. പിന്നെ ഇതാട്ടോ അമ്മ മുരളിത ചോറിന് കടന്നുറങ്ങാണ്. ഞങ്ങൾ വീടിൻ്റെ അവസ്ഥയാണിത്. നാടോടികളെ വീട്ടിൽ ചെന്ന മാതിരിയാണ്. സാധനങ്ങളാണ് കേട്ടോ. ഞങ്ങളെ കൃഷ്ണനാണ് കേട്ടോ, ഗുരുവായൂരപ്പൻ്റെ ഉടയാട കണ്ടോ. ശ്രീലക്ഷ്മീൻ്റെ ബർത്ത്ഡേ കലണ്ടറാണ്. പ്രാവശ്യം അടിക്കണം ഓർത്ത് നടന്നിട്ടില്ല. അപ്പം അതടിക്കണം. നമ്മളെ ധാവണി കൊടുത്തൊരു ഫോട്ടോ വെച്ചിട്ട് അടിക്കണം. കണ്ട് ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ക്ലീനിങ് നടക്കുക. ഞങ്ങളെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. കണ്ടോ, അതിൻ്റെ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തനെ മുറ്റം ഉയർന്നിട്ടാണ്. അപ്പം ഇങ്ങനെ കുത്തനെ സിമെൻറ്റ് ഇതാക്കിയതാണ്. കണ്ടോ, ബാഗ് തുണികളൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ. കണ്ടോ, തുണികളൊക്കെ കഴുകിയിട്ടതാണ്. ചേമ്പ്, ഓമയ്ക്ക കണ്ടോ.
പിന്നെ അവിടെ ഒരു ഓമയ്ക്ക മരം, പിന്നെ അതാ ഉണ്ടോ വേറൊരു ഓമയ്ക്ക മരം, വേറൊരു ഓമയ്ക്ക മരം, വേറെ ഓമയ്ക്ക മരം. ഒക്കെ കായകളുണ്ട്. ആകെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വിറക് അടുക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ ഒരു ടാങ്ക് കാണിച്ചു തരാം. ഇതൊരു ടാങ്ക്, മറ്റേ 3 ടാങ്ക് ഉണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയമാണ്. പിന്നെ അത് അവിടെ ഒരു കുറ്റിയുണ്ട്, ബാത്റൂമിൻ്റെ പുറത്തെ ബാത്റൂമിൻ്റെ അവിടെ നീല കുറ്റി, അത് പൊട്ടിയിട്ടുണ്ട്. ഗേറ്റൊക്കെ അവിടെയാണ്. കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല. ഉണ്ടോ, ഞങ്ങളെ ഗേറ്റാണ്. മൂർക്കനാടിൻ്റെ വെള്ള പൈപ്പാണ്, അവിടെയാണ് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ. അതിനിങ്ങനെ കണക്ഷൻ കൊടുന്നതാ, നമ്മൾക്ക് ഇട്ടേക്കാണ് കേട്ടോ ടാങ്കിക്ക്. അപ്പോൾ അതാട്ടോ ഞങ്ങൾ അമ്മിക്കല്ലുമ്മിൽ അരക്കലില്ല. ആദ്യം അമ്മയ്ക്കൊക്കെ വയ്ക്കുന്ന സമയത്ത് അമ്മായിമ്മ തന്നെയാണ്. അപ്പോൾ ഓട്ടം തുള്ളലിന് വേണ്ടിയിട്ട് മനയോല അരച്ചതാണ്, കഴുകി കളഞ്ഞിട്ടില്ല. പനിയൊക്കെ ആയിട്ട് കിടപ്പിലായി. പിന്നെ ഇങ്ങനെ ഇതാണ്. പിന്നെതാ ഞാൻ അരിപ്പണ്ട് ഇട്ട് അത് കഴുകി വെച്ചതാണ്. പൊടിയൊക്കെ ഇങ്ങനെ തരിക്കണ. പിന്നെതാ റബ്ബർ തോട്ടമാണ്. ഇതിൽ കൂടെയാണ് ഞാൻ രാത്രി വരിക. ഇതാക്കണം, ഈ വഴി കൂടെയാണ് വരിക. ഉണ്ടോ, ഇതിൽ കൂടെയാണ് ഞാൻ രാത്രി വരുന്ന വഴി. കാടാണ്, ഇതൊക്കെ റബ്ബർ തോട്ടമാണ്. ഈ കാടിൻ്റെ അടുത്ത് ഇവിടെ കോറിയുണ്ട്, ഒരു കോറിയുണ്ട്. കാടും കൊണ്ട് കാണൂല. അപ്പം കേട്ടോ, ഇതിൻ്റെ മോളിക്ക് അങ്ങോട്ട് പോയ ഈ റബ്ബർ കഴിഞ്ഞ് മേലോട്ട് കയറി അവിടെ ജെംസ് കോളേജാണ്. അപ്പം ഞായറാഴ്ച അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. കണ്ടോ, ആണ് വീടിൻ്റെ മേലെ പൊളിഞ്ഞ് ചാടിയതാണ് കേട്ടോ. ഇടിഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിക്കുക. എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. ഒരു ഭാഗം ഇടിഞ്ഞ് ഓടെ അപ്പുറത്ത് ചാടി കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുമോയെന്നറിയില്ല. ഉണ്ടോ, ഉണ്ടോ, ഇതൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ഇടിഞ്ഞ ഭാഗത്താണ് അമ്മ കിടക്കുന്നത്. ആ ഭാഗത്താണ് കട്ടിൽ. എന്താ ശ്രീലക്ഷ്മീനെ കാണിക്കട്ടോ. എന്തു പറയണു? എന്തു പറയുന്നു? നേരം പോണില്ല. വീടിൻ്റെ അകത്ത്. അത്രയ്ക്ക് എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.